السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 363. മലമൂത്ര വിസർജനം ഉദ്ദേശിക്കുന്ന ആളുകൾ വിസർജന ഇടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിശാചുക്കളിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് എന്നു പറയൽ സുന്നത്തുണ്ട്. അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് സഹായം തേടി ഞാൻ ഈ കൃത്യം നിർവഹിക്കുന്നു. അള്ളാഹുവെ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് ഇതിൻ്റെ സാരം. കാരണം വിസർജന ഇടങ്ങൾ എന്ന് പറയുന്നത് പിശാചുക്കളുടെ മഅ്വയാണ്, അവരുടെ സങ്കേതമാണ്. അത് വിസർജനത്തിന് വേണ്ടി മാത്രം സജ്ജമാക്കിയ ടോയ്ലറ്റുകൾ പോലെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ ഓൾറെഡി അത് പിശാചുക്കളുടെ സങ്കേതമാണ്. അതേസമയം അങ്ങനെ പ്രത്യേക സംവിധാനമല്ലെങ്കിൽ എവിടെയാണോ വിസർജനം നടത്തുന്നത് ആ നടത്തുന്ന ഇടം അതോടുകൂടെ പിശാചുക്കളുടെ സങ്കേതമായി മാറുകയാണ്. അതുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും അതല്ല വിസർജിക്കാൻ വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴാണെങ്കിലും എല്ലാം ഈ ഇസ്തിആദത്ത് അതല്ലെങ്കിൽ ഈ കാവൽ തേട്ടം, ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഇത് ചൊല്ലേണ്ടത്. ഇക്കാര്യം തുഹ്ഫയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ ശർവാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിസ്മില്ലാഹി മഹല്ലുഹ ഖബല ദുഖൂൽ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ പറയേണ്ടത്, പ്രവേശിച്ചതിന് ശേഷമല്ല. കാരണം ടോയ്ലറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദിക്ർ ചൊല്ലുന്ന ഇടമല്ലല്ലോ. ബിസ്മില്ലാഹി എന്നതുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാലും അവിടെ ബിസ്മില്ലാഹി എന്നതിൽ പരിമിതപ്പെടുത്തണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരിപൂർണമായി ബിസ്മി ചൊല്ലേണ്ടതില്ല. ഐ ലാ യുസ്തഹബ്ബു ലഹു ദാലിക. തുഹ്ഫയുടെ ഇബാറത്ത് വലാ യസീദു അർ-റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം എന്നുകൂടി ചേർത്ത് പറയേണ്ടതില്ല. മുഗ്നി അത് വിശദീകരിച്ചു പറഞ്ഞു, ഐ ലാ യുസ്തഹബ്ബു ലഹു ദാലിക. അവിടെ ബിസ്മില്ലാഹി മാത്രമേ സുന്നത്തുള്ളൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ സുന്നത്തില്ല. വല്ല കാരണവശാലും ഈ ദിക്ർ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിർവഹിച്ചില്ല എന്ന് വിചാരിക്കുക. അത് മറന്നുകൊണ്ടാവട്ടെ, അതല്ല മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയതാവട്ടെ, എന്നാലും പ്രവേശിച്ചതിന് ശേഷം മനസ്സുകൊണ്ട് അത് കൊണ്ടുവരുന്നതിന് തെറ്റില്ല. അങ്ങനെ കൊണ്ടുവരൽ സുന്നത്തുണ്ട്. ഇമാം അസ്റഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖതീബ് ശിർബീനി മുഗ്നിയിൽ ഉദ്ധരിക്കുന്നത് കാണും. ഫഇൻ നസിയ തഅവ്വദ ബിഖൽബിഹി കമാ യഹ്മദുൽ ആതിസ് വകദാ ലൗ തറകഹു അംദൻ കമാ ഖാല സർകശിയു. മറന്നുകൊണ്ട് ഒരാൾ ദിക്ർ ഉപേക്ഷിച്ചാൽ വിസർജന ഇടത്തിൽ തുമ്മിയ ആളുകൾ മനസ്സിൽ ഹംദ് പറയുന്നത് പോലെ ഈ ദിക്ർ മനസ്സിൽ കൊണ്ടുവരാം
മനഃപൂർവ്വം ഉപേക്ഷിച്ചവർക്കും ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരുന്നതിന് തെറ്റില്ല എന്നും മുഗ്നിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇങ്ങനെ ഒരു ദിക്ർ ചൊല്ലണം, അതിൻ്റെ പിൻബലമെന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദ ദുഖൂലിൽ ഖലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ നിർവഹിച്ചിട്ടായിരുന്നു ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാറിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. ഏതായാലും ഈ സുന്നത്ത് ആരും ഉപേക്ഷിക്കാതിരിക്കുക. കാരണം ഷർഹുൽ മുഹദ്ദബിൽ ഇമാം നവവി തങ്ങൾ ഇതേക്കുറിച്ച് പറഞ്ഞത് ഹാദൽ അദബു മുത്തഫഖുൻ അല ഇസ്തിഹ്ബാബിഹി, സുന്നത്താണ് എന്ന് എല്ലാവരും ഏകോപിച്ചു പറഞ്ഞ ഒരു അദബാണിത്, ഒരു സുന്നത്താണിത്. അതുകൊണ്ട് ഈ മര്യാദ എല്ലാവരും പാലിച്ചിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.